ഇതാണ് നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ നാഗർകോവിലിൽ വന്നിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ബസ് പിടിച്ചിട്ട് കന്യാകുമാരി പോകണം. നാഗർകോവിലിൽ വരുന്ന ആദ്യമായിട്ടാണ്. ഇതാണ് നാഗർകോവിലെ കാഴ്ച. ഞാനിത് വളരെ ശ്രദ്ധിച്ച്, സാധാരണ തമിഴ്നാട്ടിൽ ഇത്രയും വലിയ മലനിരകൾ അങ്ങനെ കാണാറില്ല. ഇത് വെസ്റ്റേൺ ഗാർഡ്സ് അവസാനിക്കുന്ന ഒരു സ്ഥലമാണ് നാഗർകോവിൽ. മനോഹരമായ കാഴ്ചകളായിരുന്നു, വലിയ മലനിരകളായിരുന്നു. വളരെ വലിയ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ. അപ്പം നമുക്കിനി കന്യാകുമാരിയിലേക്ക് പോവാം. അപ്പോൾ ഇവിടുന്ന് നമുക്കിഷ്ടം പോലെ ബസ് കിട്ടും. തിരുവനന്തപുരത്തു നിന്ന് നമുക്ക് ബസ് പിടിക്കാം, പക്ഷെ അവിടുന്ന് 3 മണിക്കൂറോളം സമയമെടുക്കും. അല്ലെങ്കിൽ നമുക്കിങ്ങനെ നാഗർകോവിൽ വന്ന് കാഴ്ചകൾ കണ്ടിട്ട് പോവാം. അപ്പം നമുക്ക് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവാം. കന്യാകുമാരി പോകേണ്ട ബസ്സിൽ കയറാൻ പോവാണ്. ഇത് നാഗർകോവിൽ ടൗണാണ്. ഇതാണ് നാഗർകോവിൽ ടൗൺ ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് ഏകദേശം ഒരു 40 മിനിറ്റ് കൂടുമ്പോൾ ഒരു ബസ് ഉണ്ടെന്നാണ് പറയുന്നത് കന്യാകുമാരിയിലേക്ക്. അങ്ങനെ ബസ് കിട്ടി, കന്യാകുമാരി ബസ് കിട്ടി. കാരണം ഞാനിപ്പോൾ കന്യാകുമാരിയാണ്. കന്യാകുമാരിയിൽ റൂം എടുത്തിരിക്കുകയാണ്. ഇത് കുറച്ച് ബീച്ചിൽ നിന്ന് കുറച്ച് ദൂരമാണുള്ളത്. ഒരു 2 കിലോമീറ്റർ ഉണ്ട്. കുറച്ച് കോസ്റ്റ്ലി, കുറവായിട്ട് റൂം കിട്ടി. നല്ല രീതിയിലുള്ള റൂമാണ്. തൽക്കാലം ചെറിയൊരു റൂം. പിന്നെ നമുക്ക് ഇവിടുന്ന് 2 കിലോമീറ്റർ കുഴപ്പമില്ല. ഔട്ട്സ്കേർട്സ് അത്ര തിരക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇത് കാണാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഈ സൈഡ് പോകണം ബീച്ചിലെ. ഇതാണ് ഞാൻ താമസിച്ച ഹോട്ടൽ. കണ്ട കന്യാകുമാരി ബീച്ചിൽ നിന്നെല്ലാം കുറേ ദൂരമാണ്. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ശാന്തതയും പീസ്ഫുള്ളായിരിക്കും. നല്ല റൂമാണ്, നല്ല ആളുകളുമാണ്. ഇത് തൈരാണ്. തൈരിൽ ഉള്ളിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കന്യാകുമാരിയുടെ സ്പെഷ്യലായതാണ്. ഇത് തൈരാണ്. നമ്മുടെ തൈരില്ലേ, അതിങ്ങനെ നല്ല ആട്ടിയ തൈര്, അതിൽ കുറേ ഉള്ളിയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. സൈഡ് ഡിഷായിട്ട് കഴിക്കാം. മുളകും കഴിക്കാം. നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. കന്യാകുമാരിയിലെ ഒരു സാധനം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഇതിൻ്റെ പേരാണ് കമ്മം കൂണ്. അതായത് തൈര്, ഉള്ളി എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് കമ്പം കൂണ്. അതിൻ്റെ അപ്പുറം നമുക്ക് സൈഡ് ഡിഷായിട്ട് മുളകും ഇതൊക്കെ കഴിക്കാം. വളരെ അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. കന്യാകുമാരിയിലെ സ്പെഷ്യലാണ് കമ്പം കൂണ്. നേരെ പോയാൽ കന്യാകുമാരി, ഇങ്ങോട്ട് 5 കൂട്ടു വെള്ളൈ. ഇതാണ് സൺറൈസ് പോയിന്റ്. ഇവിടെ നിന്നായിരിക്കും കട ബീച്ച്. നമുക്ക് ആദ്യം വിവേകാനന്ദ റോക്ക് കണ്ടുവരാം. ഇത് കന്യാകുമാരിയിലെ തമിഴ്നാട് സ്റ്റൈൽ ഫുഡാണ്. കന്യാകുമാരി മീൻസ് നോൺ വെജും വെജ് എല്ലാം കിട്ടും ബീച്ച് സൈഡിൽ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ മീൻ കന്യാകുമാരി അയല തന്നെയാണ്. നല്ല ടേസ്റ്റാണ്. സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. നമുക്ക് വന്നിട്ട് നോക്കാം. ടീഷർട്ട് ഉണ്ട്, കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബോട്ടിൽ പോയിട്ട് വിവേകാനന്ദ പാറ കാണാം. ആണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് ബോട്ട് കയറിയിട്ടാണ് നമുക്ക് പോകേണ്ടത്. കന്യാകുമാരി ഫ്രീ സർവീസ്. പോയി നോക്കാം ഉള്ളിൽ എന്താണ് റേറ്റൊക്കെ കാണുന്നുണ്ട്, നോക്കിക്കോ. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. ക്യൂ ഉണ്ടാവും. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. നമ്മളിപ്പോൾ നേരെ ബോട്ടിങ്ങിന് പോവാണ്. ടിക്കറ്റ് എടുക്കേണ്ട ക്യൂ ആണിത്. അപ്പം ബോട്ടിൻ്റെ ടിക്കറ്റ് 75 രൂപയാണ്. 75 റുപ്പീസ് ബോട്ട്. പിന്നെ അവിടെ നിന്ന് നമുക്ക് വിവേകാനന്ദ പാറ, പിന്നെ തിരുവള്ളൂർ, പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ്, അങ്ങനെ കുറേ കാണാം.
കൊമ്പുഹ ഷിപ്പിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ആണ് സ്വാമി വിവേകാനന്ദ തപസ് ചെയ്ത വിവേകാനന്ദ പാറ. വീട്ടു പാദമണ്ഡപം. അപ്പോൾ ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ കടന്നിട്ട് നമുക്ക് ബാക്കിലെത്താം. ഇവിടുന്ന് താഴെ ഇറങ്ങിയിട്ട് കടലിലെ വ്യൂ ഒക്കെ കാണാം. ഇവിടെ മെഡിറ്റേഷൻ ഹാളുണ്ട്, നമുക്ക് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യാം. മനോഹരമായ കാഴ്ചയാണ്. ത്രിവേണി സംഗമമാണ്. 3 കടലും, ഇന്ത്യൻ ഓഷ്യന്, അറബിക്ക്, വെസ്റ്റ് ബംഗാൾ 3 ഓഷ്യന് ഒരുമിക്കുന്ന സ്ഥലമാണ് കന്യാകുമാരി. ഇതൊക്കെ തിരിച്ചിറങ്ങാൻ കാത്തിക്കുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ ദർശനം കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങുകയാണ്. അതിൻ്റെ വഴിയാണിത് താഴെ ഇവിടെ ഇങ്ങനെ കാണുന്നത്.